അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിയദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രികനാ വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഇബാദത്ത് ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കാനുള്ള ഒരുപാട് അറിവുകൾ മഹാന്മാരായ ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്, നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും അതിലെത്തിപ്പെടാത്തത് കൊണ്ട് നമുക്ക് ആ സൗഭാഗ്യം ലഭിക്കാതെ പോവുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ്, നാം ഒരൊറ്റ സലാം പറഞ്ഞാൽ ലക്ഷോപലക്ഷം ആളുകൾ നമുക്ക് തിരിച്ച് സലാം മടക്കുന്ന സംഭവം. അത് തന്നെ നമുക്ക് സലാം മടക്കുന്നത് സാധാരണക്കാരായ ആളുകളല്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധരായ മാലാഖമാർ ആ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധരായ ഔലിയാക്കളുണ്ട്. മഹത്തുക്കളായ പ്രവാചക വരേണ്യർ ആ കൂട്ടത്തിലുണ്ട്. അതിൽ ജീവിച്ചിരിക്കുന്നവരെല്ലാം മരണപ്പെട്ടവരും ആ കൂട്ടത്തിലുണ്ട് എന്ന് വെക്കുമ്പോൾ അത് എത്രമാത്രം സൗഭാഗ്യമാണ്. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. മഹാനായ ഇബ്നു അറബി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ പറയുകയാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അള്ളാഹുവിൻ്റെ രക്ഷ നമുക്കും അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്കും ഉണ്ടാകട്ടെ എന്ന് നീ പറഞ്ഞാൽ, അല്ലെങ്കിൽ വഴിയിൽ നീ കണ്ട ഒരു മുസ്ലിമിനോട് അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ, ആകാശത്തും ഭൂമിയിലുമുള്ള ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ എല്ലാ അടിമകളെയും നീ മനസ്സുകൊണ്ട് ആ സമയത്ത് ഉദ്ദേശിക്കുകയും ചെയ്താൽ, ആ സ്വാലിഹീങ്ങളായ അടിമകൾ, അത് മലക്കാവട്ടെ, ഔലിയാക്കളാവട്ടെ, അമ്പിയാക്കളാവട്ടെ, ജീവിച്ചിരിക്കുന്നവരാവട്ടെ, മരണപ്പെട്ടവരാവട്ടെ, എല്ലാവരും നിനക്ക് വേണ്ടി തിരിച്ചു സലാം മടക്കുന്നതാണ്. ഏതെങ്കിലും പുണ്യാത്മാക്കൾ ആ സ്ഥാനത്ത് നിന്റെ സലാം മടക്കാൻ സാധിക്കാതിരുന്നാൽ, എന്തുകൊണ്ട്? അള്ളാഹുമായിട്ടുള്ള അതിശക്തമായ ബന്ധത്തിൽ, സ്മരണയിൽ അവർക്ക് സാധിക്കാതെ വന്നാൽ, അള്ളാഹുമായുള്ള ചിന്തയിൽ വ്യാപൃതരായതുകൊണ്ട് അവർക്ക് സാധിക്കാതെ വന്നാൽ, അവർക്ക് ഈ സലാം നിനക്ക് തിരിച്ചു പറയാൻ സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹു അതിന് പകരമായിട്ട് അവരുടെ പ്രാതിനിധ്യം ഏറ്റെടുത്തുകൊണ്ട് നിന്റെ സലാം അള്ളാഹു മടക്കുന്നതാണ്. അതുകൊണ്ട് എങ്ങനെ ആയിരുന്നാലും നിനക്ക് അള്ളാഹുവിൻ്റെ സലാം കിട്ടിയാൽ അത് വലിയ മഹത്വം തന്നെയാണല്ലോ. ഇങ്ങനെയുള്ള സ്വാലിഹീങ്ങൾ സലാം മടക്കുമ്പോൾ സലാം പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ രക്ഷ നിനക്ക് ലഭിക്കാൻ വേണ്ടി അവരൊന്നടക്കം നിനക്ക് പ്രാർത്ഥിക്കുകയാണ്. നീ പറഞ്ഞത് ഒരൊറ്റ സലാമാണ്. ആ ഒരൊറ്റ സലാം കൊണ്ട് തന്നെ ഈ മഹത്തുക്കൾ മുഴുവനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ, അതുതന്നെ ഏതെങ്കിലും ഒരു മഹാത്മാവിന് അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് പകരം അള്ളാഹു നിനക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു ആ സ്ഥാനത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ, എന്ന് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് സമാധാനവും രക്ഷയും നൽകുമെങ്കിൽ അത് വലിയൊരു സൗഭാഗ്യമാണല്ലോ. ആ സൗഭാഗ്യം നിരന്തരമായി നീ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹവും, നിനക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താനും സൗഭാഗ്യം കൈവരിക്കാനും അത് വലിയ ഒരു കാര്യമാണ് എന്നും നാം മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരിക്കലും മറക്കാതെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ നാം എവിടെയെങ്കിലും കയറി ചെല്ലുമ്പോൾ, ആളില്ലാത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇത് നാം ചൊല്ലിയാൽ നമുക്ക് അവിടെയുള്ള ഈ മഹത്തുക്കളെല്ലാം നമുക്ക് വേണ്ടി സലാം മടക്കും. മറ്റുള്ളവർക്ക് സലാം പറയുമ്പോൾ നാം ഈ മഹത്തുക്കളെ മുഴുവനും ഉദ്ദേശിച്ചാൽ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒക്കെ ഉദ്ദേശിച്ചാൽ, അവർ ഈ ഒരു വ്യക്തി മടക്കുന്ന സമയത്ത് തന്നെ ഈ മഹത്തുക്കൾ മുഴുവനും നമുക്ക് വേണ്ടി സലാം മടക്കും. അതുകൊണ്ട് അത്തരം സലാം നാം ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു മഹത്തുക്കളുടെ മുഴുവൻ പ്രാർത്ഥനകളിലും നമ്മയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.